വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഔദ്യോഗിക കുടുംബത്തിലെ അംഗങ്ങൾ വിട്ടുപോകുമ്പോൾ തനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരം അർപ്പിക്കുന്നത് പതിവ് എന്ന് ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. രാഹുൽ ജിനാഥ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ദിവ്യ എസ് അയ്യർ കുറിച്ച കുറിപ്പ് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെ ഉള്ളൊരു മറുപടി കൂടിയാണല്ലേ? ആദ്യഘട്ടം മുതൽ ആ മറുപടി അതേ നിലപാടിൽ തന്നെ ദിവ്യ എസ് അയ്യർ IAS തുടരുകയാണ്. കാരണം ഈ വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഇത് ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്, അതിന് മറ്റ് വശങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡ് ദാന വേദിയിൽ ആ പരിപാടി സംഘടിപ്പിച്ചും പാട്ടുപാടിയും ഒക്കെ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. രണ്ട് ഘട്ടത്തിലാണ് വിമർശനങ്ങൾ വന്നത്. ഒന്ന് ചട്ടലംഘനമാണെന്ന് പറയുന്നു, മറ്റൊന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു പ്രസ്താവനയാണെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ച ഒരു വിമർശനം, അത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കണമെന്നുള്ള വിമർശനം പൊതുവിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴൊക്കെ ദിവ്യ എസ് അയ്യർ പോസിറ്റീവായി മറുപടി പറഞ്ഞു പോകുമ്പോൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി വളരെ പ്രത്യക്ഷമായി മറുപടി നൽകുകയാണ്. അതായത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അത് ഭാവിയിലേക്ക് നന്നാകില്ല, അതൊരു സോപ്പിടലിൻ്റെ ഭാഗമാണെന്നുള്ള വിമർശനത്തിന് വളരെ പ്രത്യക്ഷത്തിൽ മറുപടി നൽകുകയാണ് ദിവ്യ എസ് അയ്യർ. അതായത് ഇത് സോപ്പിൻ്റെ പതയല്ല, മറിച്ച് ജീവിത പാതയിൽ അവർ കണ്ട അനുഭവത്തിൻ്റെയും ഉത്തമ ബോധ്യത്തിൻ്റെയും ഭാഗമായുള്ള പ്രതികരണമാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ എന്തായാലും രംഗത്ത് വന്നിരിക്കുകയാണ്. അതേ നിലപാട് തന്നെയാണ് ദിവ്യ എസ് അയ്യർ IAS തുടരുന്നത്. മൂത്തി.